ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നൊരു അടിപൊളി നെണ്ട് കറിയുടെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് കണ്ടാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ നെണ്ട് കഴുകി വെട്ടി ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നെണ്ടിന് കാല് അതേപോലെ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സവാള, 2 തക്കാളി, 3 പച്ചമുളക്, ഒരു നുള്ള് ഉലുവ, ആവശ്യത്തിന് ഇഞ്ചി, ആവശ്യത്തിന് വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, 4 ഏലക്ക, 1.5 കയ്യിൽ മുളകും മല്ലിയും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ് കേട്ടോ അത്. ആവശ്യത്തിന് തേങ്ങയും കൂടി. അപ്പോൾ തേങ്ങ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, ചെറിയ ഉള്ളി അതൊക്കെ ചേർത്തിട്ട് അടിച്ചു വെച്ചതാണ് കേട്ടോ തേങ്ങ. അപ്പോൾ ഈ പാത്രത്തിലാണ് കേട്ടോ ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ കറി ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ. പിന്നെ ഉപ്പ് എന്തായാലും നിർബന്ധമാണല്ലോ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഓയിൽ വെച്ചിട്ടല്ല, ഓയിൽ എന്തായാലും നമുക്ക് ആവശ്യമാണ്. ഇത്ര പോരാ, ഇത്രയും ഓയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കറി ഉണ്ടാക്കാൻ പോണേ ഇക്കാക്കാണ് കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉള്ളി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ നന്നായി ചൂടായി ഉള്ളി ചേർത്തെടുത്തിട്ടുണ്ട്. സവാളയും അതുപോലെ പച്ചമുളകും പിന്നെ ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ തക്കാളിയും കൂടി ഒന്ന് ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തക്കാളി ഉള്ളിയും നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ലേശം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നേരത്തെ മാറ്റി വെച്ച നെണ്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ കാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഏലക്കായി, കറിവേപ്പില, നല്ല അടിപൊളി സ്മെല്ല്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതടിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഗായ്സ് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നെണ്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഗായ്സ് നമ്മുടെ നെണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി നെണ്ട് കറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് കണ്ടില്ലേ, അടിപൊളി കറിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടേ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഓക്കെ, ബായ്.